ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ജപ്പാൻ പേരൻ്റെ കുറച്ച് ഹെവി പ്ലാന്റുകൾ, കുറച്ച് പുതിയ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ടായിങ്ങാണ്ടിരിക്കുന്നതും എല്ലാം കണ്ടില്ല, സെറ്റായ ജംബോ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത്. ഹെവി പ്ലാന്റുകൾ, കുറച്ച് ചെറിയ പ്ലാന്റുകളുണ്ട്. ജപ്പാൻ പേര മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്താൽ മാത്രമേ അത് കായ പിടിക്കുന്നുള്ളൂ എന്നൊരു പരാതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ ടെറസിൻ്റെ മുകളിൽ ടെറസ് കാണാൻ വന്നതാണ്. അപ്പോൾ ഒരു ജപ്പാൻ പേര അവനൊക്കെ ഒന്ന് കൊടുത്തിട്ട് സാമ്പിൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കട്ട് ചെയ്തിട്ട് എന്താണ് കളറും ഒക്കെ ജപ്പാൻ പേര, കുരുല്ലാത്ത പേരക്കാന്ന് പറയും. ഒന്നോ രണ്ടോ ചെറിയ കഴിച്ചോ, നിങ്ങൾ കഴിച്ചോ, എങ്ങനെയുണ്ട്? നല്ല മധുരം, സൂപ്പർ. എങ്ങനെയുണ്ട് നിങ്ങൾ പറയും? ഇങ്ങനത്തെ പേരൊക്കെ കഴിച്ചിക്കണോ? ചോപ്പുള്ള കഴിച്ചില്ല. അപ്പോൾ അതിൻ്റെ ലോഡ് നമ്മളെ ഗാർഡൻ്റെ ബാക്ക് സൈഡിൽ ലോഡ് ഇറക്കിയതാണ്. അതിങ്ങനെ ഗാർഡനിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ഒന്നിനൊന്ന് മെച്ചുറായ പ്ലാന്റുകളാണ്. ജസ്റ്റ് അതിൻ്റെ അറൈവലൊന്ന് ജസ്റ്റ് നിങ്ങളെ കാണിക്കുകയാണ്. അപ്പം പ്ലാന്റുകൾ പ്രൈസ് ലിസ്റ്റ് കാണുമ്പോൾ ഏതാ പ്ലാന്റ് എന്നുള്ള സംശയം ഉണ്ടാവും. എല്ലാം ഫ്രൂട്ടായി കണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ്. കായ്ച്ചതും കായ്ക്കാനായതൊക്കെ ആയ പ്ലാന്റുകളുണ്ട്. ഹെവി പ്ലാന്റുകൾ മാത്രമല്ല, അതിൻ്റെ കുറച്ച് ചെറിയ പ്ലാന്റുകളുണ്ട്, ഫ്ലവർ ഇട്ടതും ഫ്ലവർ ഇടാനായിക്കൊണ്ടൊക്കെ. പക്ഷേ ഈ ചെറിയ ചെടിമേലുള്ള ഫ്ലവർ നമ്മൾ നിർത്തരുത്. ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചെടി അതിനെ ബുഷാക്കി വളർത്തിയെടുത്തതിൻ്റെ ശേഷം ഒന്നോ രണ്ടോ പേരക്കൊക്കെ വേണമെങ്കിൽ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിർത്തുക. ഒരിക്കലും ചെറിയ ടൈമിൽ നമ്മൾ പേരൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ ആരോഗ്യം കളയരുത്. കൂടുതൽ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയുമായി വരും. ബായ്. അബ്ദുൾ റസാഖ്.